രാജ്യ തലസ്ഥാനത്ത് കനത്ത അക്രമം അഴിച്ചുവിട്ട് CJP ബാരിക്കേഡ് മറികടന്ന് പാർലമെന്റിലേക്ക് തള്ളിക്കയറാൻ നീക്കവും നടത്തി. പോലീസിനെതിരെ കല്ലും ഇഷ്ടികയും വലിച്ചെറിഞ്ഞ് ആക്രമണം. വിവരങ്ങൾ നന്ദഗോപനും TS ആദർശും നൽകും. നന്ദഗോപൻ, ഡൽഹിയിൽ പാറ്റകൾ അഴിഞ്ഞാടാൻ ശ്രമിച്ചതാണ്, പക്ഷേ കൃത്യമായി സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും അത് തടയാൻ കഴിഞ്ഞു. രാജ്യവിരുദ്ധരുടെ ചിറകിലേറിയാണല്ലോ ഈ പാറ്റകൾ അവിടെ പറക്കാൻ ശ്രമിച്ചത്. ഇവരുടെയൊക്കെ കയ്യിൽ കോൺഗ്രസിന്റെ കൊടിയും കാണാൻ കഴിയുന്നു. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, രാവിലെ 9 മണി മുതൽ തന്നെ ഏതാണ്ട് ഒരു സംഘർഷഭരിതമായ അവസ്ഥയാണ് ഡൽഹിയിലെ ജന്തർ മന്ദിറിലുള്ളത്. ജന്തർ മന്ദിറിൽ സമാധാനമായി പ്രതിഷേധിക്കാനുള്ള അവസരം എല്ലാ തരത്തിലും പോലീസ് CJP പ്രവർത്തകർക്ക് നൽകിയതായിരുന്നു. എന്നാൽ പോലീസിന്റെ വിലക്കൊക്കെ മറികടന്നുകൊണ്ട് ബാരിക്കേഡ് തള്ളി തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ, പാർലമെന്റിലേക്ക് കയറുവാൻ അല്ലെങ്കിൽ മാർച്ച് നടത്തുവാൻ വേണ്ടി CJP പ്രവർത്തകർ തുനിഞ്ഞതോടെ പോലീസിന് ലാത്തി വീശേണ്ട അവസ്ഥ വന്നു. തുടർന്ന് പോലീസിന് നേർക്ക് വലിയ രീതിയിൽ ഇഷ്ടികകളും അതേപോലെ തന്നെ കല്ലും മറ്റും ഈ സമരക്കാരെന്ന വ്യാജേനയുള്ള അക്രമികൾ ധാരാളമായി വലിച്ചെറിയുകയായിരുന്നു. ചില പോലീസുകാർക്ക് മറ്റും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് പോലീസ് യഥാർത്ഥത്തിലുള്ള ലാത്തി ചാർജിലേക്ക് കടന്നത്. പിന്നീട് വലിയ രീതിയിലുള്ള ഒരു സംഘർഷഭരിതമായ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞത്. നിലവിൽ ഇപ്പോഴും ആ സംഘർഷാവസ്ഥയ്ക്ക് ഒരു തരത്തിലുള്ള അയവും വന്നിട്ടില്ല. നൂറുകണക്കിന് CJP പ്രവർത്തകർ എന്ന വ്യാജേനയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് CJPയുടെ പ്രവർത്തകരും മറ്റുമല്ല. പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാ യുവജന സംഘടനകളിൽ നിന്നുമുള്ള മുഴുവൻ പ്രവർത്തകരും ഏതാണ്ട് ഇവിടെ ജന്തർ മന്ദിറിൽ ഒത്തുകൂടി എന്ന് തന്നെ വേണം പറയാൻ. അതിനകത്ത് ചില രാഷ്ട്രവിരുദ്ധ ശക്തികളും ഇതിൽ നുഴഞ്ഞു കയറി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ ഡൽഹി പോലീസിന് കൈമാറിയിരുന്നു. അതായത് ഇതിൽ രാജ്യവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറുവാനും ഇത് അക്രമത്തിലേക്ക് വഴിവെക്കുവാനുമുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത്. ഏതായാലും അതിനെ ആ റിപ്പോർട്ടുകൾ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അക്രമ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് CJP പ്രവർത്തകർ എന്ന വ്യാജേനെ എത്തിയിരിക്കുന്നവർ ശ്രമിക്കുന്നത്. എന്നാൽ പോലീസ് കൃത്യമായ സംയമനം പാലിക്കുന്നുണ്ട്. എന്നാൽ ആവശ്യമുള്ള സമയങ്ങളിൽ പോലീസ് ലാത്തി കൊണ്ട് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും സംഘർഷഭരിതമായ അവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കും മറ്റുമാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ, ആ സംഘർഷാവസ്ഥ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ ഇനിയും വരും മണിക്കൂറുകളിൽ വർദ്ധിച്ചു വരുവാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് രാവിലെ മുതലെത്തിയ പ്രവർത്തകർ പൊഴിഞ്ഞു പോകുന്നില്ല. അവർ പിരിഞ്ഞു പോകാതെ ഇവിടെ തന്നെ തുടരുന്നൊരു സാഹചര്യം. അതിനപ്പുറത്തേക്ക് കൂടുതൽ മേഖലകളിൽ നിന്നും ഇതേപോലെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയവർ ഈ ജന്തർ മന്ദിർ ഭാഗത്തേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ സംഘർഷം ഒരുപക്ഷെ വർദ്ധിക്കുവാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും പോലീസ് സ്ഥാപിച്ച കുറച്ച് ബാരിക്കേഡുകളൊക്കെ ഈ അക്രമികൾക്ക് മറിച്ചിടാൻ സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് പോലീസിന്റെ ഒരു വലയം ഭേദിച്ചുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡൽഹി പോലീസിന് പുറമെ CRPF അതേപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും കർമ്മനിരതരായി തന്നെ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകർ എത്ര ശ്രമിച്ചാലും പാർലമെന്റിന് സമീപത്തേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം മറ്റ് പല വഴികളിലൂടെയും പാർലമെന്റിന്റെ സമീപമൊക്കെ ഈ റൈസീന മാർഗിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അക്രമികൾ എത്തിയിരുന്നു. എന്നാൽ അവരെ തുരത്താൻ കൃത്യമായി പോലീസിന് കണ്ണീർ വാതകവും മറ്റും പ്രയോഗിച്ച് അവരെ തുരത്താൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇപ്പോൾ ജന്തർ മന്ദിറിൽ അങ്ങനെ കണ്ണീർ വാതകമൊന്നും പ്രയോഗിച്ചില്ലെങ്കിൽ തന്നെയും പോലീസ് ലാത്തി കൊണ്ട് പലപ്പോഴും മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് മുകളിലായി മറ്റും നിലയുറപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ സോനം ജുഗിന്റെ ഭാര്യയുണ്ട്. അതേപോലെ തന്നെ അഭിജിത്ത് ദീപികയുണ്ട്. ഈ നടനും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകനുമായിട്ടുള്ള പ്രകാശ് രാജ് അടക്കമുള്ളവർ ഒരു വാഹനത്തിന് മുകളിൽ കയറി ഈ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന ഈ അക്രമത്തിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അക്രമം നടത്തുവാൻ വേണ്ടി പ്രവർത്തകരെ പ്രചോദിപ്പിക്കുകയാണ് എന്ന് വേണം വിലയിരുത്താൻ. ഏതായാലും സംഘർഷഭരിതമായ ഒരു അക്രമമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇതിലേക്ക് കൂടുതൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏത് രീതിയിലും ജനശ്രദ്ധ, മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഇവരുടെ ലക്ഷ്യം. ഒരു രീതിയിലും കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസമായി ജന്തർ മന്ദിറിൽ CJPയുടെ പേരിൽ സമരം നടത്തി വരുന്നു. എന്നാൽ ആ സമരം ഒരു അർത്ഥത്തിൽ
ഒരു രീതിയിലും മുന്നോട്ട് പോകുന്നില്ല. അതായത് ഈ സമരത്തെ സർക്കാർ വേണ്ട രീതിയിൽ നോക്കി കാണുന്നില്ല. മാത്രമല്ല ഓരോ ദിവസം കഴിയുകയും അണിയിൽ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ഇനി അക്രമത്തിലൂടെ അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിയെങ്കിലും ഉണ്ടാക്കിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു പാർലമെന്റ് മാർച്ചിന് ആഹ്വാനം ചെയ്തതും ഇത്തരത്തിൽ ആ മാർച്ച് അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സംഘർഷത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഏതായാലും അത്തരം ശ്രമങ്ങൾ പോലീസ് കൃത്യമായ സംയമനം പാലിച്ച് അതിനെ വേണ്ട രീതിയിൽ തകർക്കുകയും വേണ്ട രീതിയിൽ തന്നെ ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം എത്ര മണിക്കൂർ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലൂടെ ഡൽഹി കടന്നു പോകുമെന്നുള്ളത് അറിയാൻ കഴിയുന്നില്ല. ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഇതുമൂലം അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മെട്രോ സർവീസുകളും മറ്റും ഇതുമൂലം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതെ, ടി എസ് ആദർശം ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ആദർശം, ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തെ ഒരു അവസ്ഥ എന്താണ്? ഈ അക്രമകാരികളെയൊക്കെ കൃത്യമായി അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? അതോ ഇപ്പോഴും സമരത്തിന്റെ പേരിൽ അവിടെ ഇവർ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? ആദർശ്, ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? നന്ദഗോപൻ, കേൾക്കാമെങ്കിൽ ഇപ്പോഴും ഡൽഹിയിൽ ഈ പാർട്ടികളുടെ സമരം ഇപ്പോഴും തുടരുന്നുണ്ടോ? അവർ ഇപ്പോഴും അക്രമ സാധ്യതകൾ തേടുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ ഡൽഹിയിലെ ഒരവസ്ഥ? ഇപ്പോൾ ഇവരെ ഇവിടെ നിന്നും പൂർണ്ണമായി നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ നന്ദഗോപൻ? ഈ സമരക്കാരെ പൂർണ്ണമായും നീക്കം ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ അത് പ്രായോഗികമല്ല. അത് കൂടുതൽ സംഘർഷഭരിതമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇവിടെ ഡൽഹി പോലീസും മറ്റും ഒരുക്കിയിരിക്കുന്നത്. ഇവരെ ഈ എത്തിയിരിക്കുന്ന സമരക്കാരെ അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി പോലീസും മറ്റും തയ്യാറല്ല. എന്നാൽ ഇത്തരം പോലീസ് നടത്തുന്ന അല്ലെങ്കിൽ പോലീസ് ഒരുക്കിയിരിക്കുന്ന വളയം ഭേദിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ലാത്തി കൊണ്ടോ മറ്റോ മറുപടി പറയുവാനാണ് പോലീസ് തയ്യാറെടുത്തിരിക്കുന്നത്. ഏതായാലും പോലീസ് കൃത്യമായ സംയമനം പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സംഘർഷത്തിലേക്കോ മറ്റോ കാര്യങ്ങൾ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. അതേസമയം ഏത് രീതിയിലും സംഘർഷം സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം ഈ CJPയുടെ പ്രവർത്തകരെന്ന് വ്യാജേന ഇവിടെ എത്തിയിരിക്കുന്നവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എങ്ങനെയും സംഘർഷം സൃഷ്ടിക്കണം. സംഘർഷം സൃഷ്ടിച്ചാൽ മാത്രമേ കൂടുതൽ മാധ്യമ ശ്രദ്ധ അവിടേക്ക് എത്തൂ. അങ്ങനെ മാധ്യമ ശ്രദ്ധ എത്തിയാൽ മാത്രമേ ഈ സമരം ഭാരതത്തിലാകെ ചർച്ചയാകൂ എന്നുള്ളതാണ് അവർ നോക്കിക്കാണുന്നത്. മാത്രമല്ല, പേരിനെങ്കിലും ഒരു രക്തസാക്ഷിയെ കിട്ടാത്ത പക്ഷം ഈ സമരം പൂർണ്ണമായും വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നേതാക്കളും മറ്റും വിലയിരുത്തിയിരിക്കുന്നത്. വ്യക്തമാണ്. അവിടെ സമരക്കാർ ഇപ്പോഴും അവിടെ തങ്ങുന്നുണ്ട്. അവർക്ക് വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ടി എസ് ആദർശ്, കേൾക്കാമെങ്കിൽ ഈ സമരക്കാരുടെ സമരത്തിൽ പങ്കെടുത്തവരുടെ കൈകളിൽ കോൺഗ്രസിൻ്റെതടക്കമുള്ള കൊടികൾ കാണാൻ കഴിഞ്ഞു. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? എന്താണ് പ്രകടമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട പ്രമുഖ നേതാക്കൾ ഇവർക്ക് പിന്തുണയുമായി അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ആദർശ്? വിനോദ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, അത് കോൺഗ്രസ് ആയാലും ആം ആദ്മി പാർട്ടി ആയാലും സമാജ്വാദി പാർട്ടി ആയാലും ഇടതുപക്ഷ പാർട്ടികളായാലും ഒക്കെ തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു പേരും ബാനറും ഒക്കെ ഉപയോഗിച്ച് നടത്തുന്ന ഈ സമരത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ NSUIയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ ഈ സമരത്തിൽ അണിചേരുന്നതിനായി നേരത്തെ തന്നെ എത്തുകയും ചെയ്തിരുന്നു. ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം SFIയും AISFും ഐസയും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ നിരാഹാര സമരത്തിൽ അടക്കം പങ്കെടുത്തുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദറിലെ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തുണ്ടായിരുന്നു. സമാജ്വാദി പാർട്ടി ആകട്ടെ ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നും മറ്റ് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുമൊക്കെയുള്ള പ്രവർത്തകരെ ഈ പാർലമെന്റ് മാർച്ചിനായി എത്തിക്കുകയും ചെയ്തു. ഡൽഹിയിൽ നിന്നുള്ള മുഴുവൻ പ്രവർത്തകരെയും രംഗത്തിറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ആം ആദ്മി പാർട്ടിയും ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരവുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാളിതുവരെ ഇത്തരത്തിലുള്ള ഒരു പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിക്കുവാനോ അതുമല്ലെങ്കിൽ അങ്ങനെ ഒരു പാർലമെന്റ് മാർച്ച് നടത്തുവാനോ ഒന്നും കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ഈ രാജ്യത്ത് രൂപപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം
പ്രതിപക്ഷം എന്ന് പറയുന്ന ഇന്ത്യ സഖ്യം അത് ദുർബലമാകുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ സഖ്യത്തെ നയിക്കാൻ കഴിയുന്നില്ല. വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനോ കേന്ദ്ര സർക്കാരിനെതിരെയോ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതിന് അവർക്ക് കഴിയുന്നില്ല. ആ മുന്നണിയെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ആകട്ടെ മിക്കവാറും സമയങ്ങളിലൊക്കെ തന്നെ വിദേശ പര്യടനത്തിലാണ്. അദ്ദേഹം സുപ്രധാനമായിട്ടുള്ള പരിപാടികൾ, പ്രതിഷേധങ്ങൾ ഇതൊന്നും തന്നെ രാജ്യത്ത് നടക്കുമ്പോഴൊന്നും രാഹുലിന്റെ സാന്നിധ്യം രാജ്യത്തുണ്ടാകുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരോ ബാനറോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൾക്കൂട്ടം മതി എന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് കോൺഗ്രസിന്റെ അടക്കം കൊടികളുമായി പ്രവർത്തകർ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. സമാജ്വാദി പാർട്ടി ആയാലും ആം ആദ്മി പാർട്ടി ആയാലും ഇടത് പാർട്ടികളായാലും ഒക്കെ തന്നെ അവരെല്ലാം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബാനറിൽ സമരത്തിനെത്തുമ്പോൾ അവിടെ അപ്രസക്തമാകുന്നത് ഈ പാർട്ടികളൊക്കെ ചേർന്ന് രൂപം നൽകിയ ഇന്ത്യ അലയൻസ് തന്നെയാണ്. കാരണം അത്തരം ഒരു അലയൻസ് വേണ്ട. അവർക്കൊക്കെ തന്നെ ഈ പാറ്റാക്കൂട്ടത്തിന്റെ സമരം, ആ സമരത്തിൽ സമരജീവികളായി പങ്കെടുക്കുക എന്നത് മാത്രമാണ് അവരുടെ രാഷ്ട്രീയം എന്ന നിലയ്ക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമരത്തിലൂടെ വലിയ അക്രമം രാജ്യതലസ്ഥാനത്ത് അഴിച്ചുവിടുക എന്നതായിരുന്നു കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ ഒരു ലക്ഷ്യം. അത് ഡൽഹി പോലീസ് സ്വീകരിച്ച കൃത്യമായ ഇടപെടലുകൾ, കൃത്യമായ നടപടികൾ, അതിലൂടെ ഒക്കെ തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന്, കാരണം മാധ്യമങ്ങളിലെ വ്യക്തമാണ് ഡൽഹിയിൽ വലിയ കലാപം അഴിച്ചുവിടാൻ തന്നെയാണ് കോക്രോച്ച് പാർട്ടി ശ്രമിച്ചത്. എന്തായാലും അത് കൃത്യമായി ഡൽഹി പോലീസിന് തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സഖ്യം ഈ സമരത്തിന്റെ പേരിൽ അക്രമം അഴിച്ചുവിടാനുള്ള ശ്രമവും ഡൽഹിയിൽ നടത്തി എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ഈ വാർത്തയിലേക്ക് മടങ്ങി വരാം, ഒരിടവേള. കിച്ചന്റെ കാര്യത്തിൽ ഐ എം വെരി പെർട്ടിക്കുലർ. സോ ഇൻ റോയൽ അൾട്രാ സ്റ്റൈലിഷ് മോഡുലർ കിച്ചൺ. In Royal Home Spaces. In Royal Home Spaces, making your world a better space. Today we learn soap making the Medimix way. Pour the oil and let it heat. Add some herbs that smell so sweet. 7 days it needs to rest. And that's how you make a soap that's best. Ooh, smells so nice. Traditionally made with 18 herbs, the Medimix way. From Evier. Stop scrolling. Start finding. Your perfect match is on m4marry.com. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വിശ്വസ്ത പങ്കാളി ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടി, പാറ്റ പാർട്ടി സമരം നടത്തിയത് വലിയ അക്രമ സമരത്തിലേക്ക് നീങ്ങുകയായിരുന്നു. പക്ഷേ പാർലമെന്റിൽ വളപ്പിലേക്കുമൊക്കെ തള്ളിക്കയറാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അതിനെ കൃത്യമായി തടയാൻ ഡൽഹി പോലീസിന് സാധിച്ചു. പക്ഷേ ഇപ്പോഴും അവിടുത്തെ അക്രമകാരികൾ പിരിഞ്ഞു പോയിട്ടില്ല. കോൺഗ്രസിൻ്റേതടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും പിടിച്ചുകൊണ്ടാണ് സമരക്കാർ അങ്ങോട്ടേക്ക് എത്തിയത്. ഇന്ത്യ സഖ്യത്തിൻ്റെ പിന്തുണയും ഇവർക്കുണ്ട്. നന്ദഗോപൻ, ഈ ഡൽഹിയിലെ ക്രമസമാധാന നില പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ഇവരുടെ സാമീപ്യം വലിയ തടസ്സമായി നിൽക്കുകയാണ്. ഇവരുടെ സമര പരമ്പര അല്ലെങ്കിൽ ഇവരുടെ സമര രീതി, പുതിയ രീതി ഇനി എങ്ങനെയായിരിക്കും? കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. മറ്റ് പ്രവർത്തകർ ഇപ്പോൾ എവിടെയാണ് സംഘടിച്ചിട്ടുള്ളത്? ഇനിയും എന്താണ് ഇവരുടെ അടുത്ത പദ്ധതി? അതേപ്പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ നന്ദഗോപൻ? ഡൽഹിയിൽ പാറ്റ പാർട്ടി നടത്തിയ സമരം അക്രമത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. അതേ തുടർന്ന് ഡൽഹി പോലീസ് കൃത്യമായി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പക്ഷേ കലാപകാരികൾക്ക് പിന്തുണയുമായി ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികൾ രംഗത്തുണ്ട്. കോൺഗ്രസിൻ്റെ കൊടിയേന്തിയായിരുന്നു ഇവരുടെ അക്രമ സമരം. ആദർശ്, ഇവരുടെ സമരരീതി, പുതിയ സമരരീതി ഇനി എന്താണ്? കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ആദർശ് തന്നെ പറയുന്നു അവർ പൂർണ്ണമായി പിരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇനി ഉള്ള ഇവരുടെ സമര രീതി ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക? അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ആദർശ്? വിനോദ്, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സമരക്കാരെ നീക്കം ചെയ്യുക എന്നുള്ള ഒരു നടപടിയിലേക്ക് കടക്കുകയും നേരത്തെ ലാത്തി ചാർജും ടിയർ ഗ്യാസ് പ്രയോഗവും ഒക്കെ സമരക്കാർക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. റാഫി മാർഗിൽ നിന്ന് 7 കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. കാരണം ഇവർ
പാർലമെന്റിലേക്ക് ഉള്ളിലേക്ക് കടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എത്തിയവരാണ്. അപ്പോൾ ഈ രീതിയിൽ അവർ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും എന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും അതിന് പോലും അവർ പോലീസിൽ നിന്ന് അനുമതി തേടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന ചിലരാണ് നഗരത്തിന്റെ മറ്റ് ചില ഭാഗങ്ങളിൽ നിന്ന് പാർലമെന്റിലേക്ക് കടക്കുന്നതിനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസും അതീവ ജാഗ്രത പുലർത്തുന്നത്. ഒപ്പം തന്നെ ഈ സമരക്കാരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിക്കുകയും ചെയ്തു. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ജന്തർ മന്ദറിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ മറ്റിടങ്ങളിലൂടെയൊക്കെ ഇവർ പാർലമെന്റിനുള്ളിലേക്ക് കടക്കുവാനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. ഒപ്പം തന്നെ പാർലമെന്റിന്റെ പ്രവേശന കവാടം അടക്കം അടച്ചുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. CRPF-ഉം ദ്രുതകർമ്മ സേനയും ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണവുമായി രംഗത്തുണ്ട്. കാരണം യാതൊരു വിധത്തിലുള്ള അക്രമവും അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഡൽഹി പോലീസ് സ്വീകരിക്കുന്നത്. പാർലമെന്റിനുള്ളിലേക്ക് കടക്കും എന്നുള്ള ഒരു തീരുമാനം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പാർട്ടികളുടെ ഒക്കെ പിന്തുണ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. ഒരു അരാജകത്വ അരാഷ്ട്രീയവാദമായ ഒരു സമരത്തിനാണ് ഈ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണ നൽകുന്നത്. രാജ്യതലസ്ഥാനത്ത് പാർലമെന്റ് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന ദിവസം തന്നെ വലിയ അക്രമം അഴിച്ചുവിട്ടു എന്ന് വരുത്തി തീർക്കുവാനുള്ള ചില ശ്രമങ്ങൾ തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. എന്നാൽ പോലീസ് ആകട്ടെ അവരുടെ ഈ നീക്കങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ കൃത്യമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സംശയാസ്പദമായി കാണുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ പ്രത്യേകിച്ച് ഒറ്റതിരിഞ്ഞ് ഒറ്റപ്പെട്ടൊക്കെ നിന്നുകൊണ്ട് പാർലമെന്റിനുള്ളിലേക്ക് കടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നീങ്ങുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുവാനും ആരംഭിച്ചിട്ടുണ്ട്. വിനോദ്, വ്യക്തമാണ്. രാജ്യ തലസ്ഥാനത്താണ് വലിയ അക്രമ സമരം നടത്താനുള്ള പദ്ധതിയുമായി കോക്രോച്ച് പാർട്ടി മുന്നോട്ട് പോയത്. പാർട്ടി നടത്തിയ സമരത്തിന് ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണയുമുണ്ടായി. പാർലമെന്റ് വളപ്പിലേക്ക് ഇടിച്ചു കയറാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. പക്ഷേ ഡൽഹി പോലീസ് കൃത്യമായി പ്രതിരോധം തീർത്തു. അക്രമകാരികളെ സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും സമരക്കാർ അവിടെ സംഘടിച്ചിട്ടുണ്ട്. അവർ ഇനിയും അക്രമം കാണിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും TS ആദർശും S നന്ദഗോപനും പങ്കുവച്ചത്.